ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ട്രാവൽ വ്ലോഗ് ഒന്ന് കണ്ടു. സോളോ ട്രിപ്പിന് ഇറങ്ങി എൻ്റെ കൂടെ ബാഗും തൂക്കി അച്ഛൻ വന്ന എന്തായിരിക്കും അവസ്ഥ? അതാണ് ഇന്നത്തെ ഈ വീഡിയോ. ട്രിപ്പ് പോകാൻ എല്ലാം സെറ്റാക്കി ബാഗും ഹെൽമെറ്റൊക്കെ എടുത്ത് തലേ ദിവസം അച്ഛൻ്റെ കയ്യിൽ പറയാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് എന്നെ ഞെട്ടിച്ചിട്ട് 2-3 ദിവസത്തെ ട്രിപ്പാണെങ്കിൽ ഞാനും വരട്ടെ എന്ന് പറഞ്ഞത്. എങ്ങനെയാ വേണ്ടെന്ന് പറയാം. അതുകൊണ്ട് അച്ഛൻ വാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പാന്റും ഷർട്ടും ഇട്ട് ബാഗ് തൂക്കി നിൽക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ അച്ഛനെ പാൻറ് ഇട്ട് കാണുന്നത്. അങ്ങനെ ഞാനും അച്ഛനും യാത്ര തുടങ്ങി. പാലക്കാട് ജില്ലയിൽ ഓരോ വഴി കൂടെ പോകുമ്പോഴും അച്ഛൻ പണ്ട് തവള കുടിക്കാൻ പോയതാണ്, കള്ളു കുടിക്കാൻ വേണ്ടി പോയതാണ്, വേലയ്ക്കും പോയതിനും പോയതാന്ന് പറഞ്ഞ് തുടങ്ങി അച്ഛൻ്റെ വർത്താനം. ഞാനും അച്ഛനും ട്രിപ്പ് പോകുന്നത് വാൽപ്പാറയ്ക്കാണ്. അങ്ങനെ ഞാൻ ഓരോ സ്ഥലം ആസ്വദിച്ച് ആനയും പുലിയും ഇറങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയി കാടും മലയും ഫോറസ്റ്റ് ഒക്കെ കണ്ടു നിൽക്കുമ്പോൾ ഇതൊക്കെ ഇപ്പം എന്താ കാണാനല്ലോ, നാട്ടിൻപുറത്ത് കാണും തന്നെ അല്ലേ എന്ന് പറഞ്ഞ മട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ പ്രകൃതി ഭംഗിയുള്ള ഓരോ സ്ഥലം ഞാൻ ആസ്വദിക്കാൻ അവിടെ നിർത്തിയാലും അച്ഛൻ അവിടെ മൂത്രമൊഴിക്കണം. ഞാൻ നിർത്തുന്ന എല്ലാ സ്ഥലത്തും ഇപ്പോൾ അച്ഛൻ മൂത്രമൊഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ സ്ഥലവും ആസ്വദിച്ച് നടക്കുമ്പോൾ അച്ഛൻ അമ്മനെ വിളിച്ചിട്ട് ഇവിടെ വലുതായിട്ടൊന്നുമില്ല, ഫുള്ള് തേയിലത്തോട്ടമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ശേഷം ഇപ്പോൾ എന്നെ പോലെ കോടമഞ്ഞ് ആസ്വദിക്കുന്ന പോലെ 2 കൈയും കാണിക്കുന്നു പറഞ്ഞപ്പോൾ അച്ഛൻ ഇപ്പോൾ KSRTC ബസ്സിന് കൈ കാണിക്കുന്ന പോലെ കാണിക്കുകയാണ്. ഞാൻ സെൽഫി ക്യാമറ ഓണാക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ഛന് ഹായ് കാണിക്കണം. അതാണ് അച്ഛൻ്റെ സന്തോഷം. ഞാൻ എപ്പോൾ ഓണാക്കിയാലും അച്ഛൻ ഹായ് കാണിക്കുന്നുണ്ട്. അങ്ങനെ റൂം എടുത്തപ്പോൾ റൂമിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. പിറ്റേ ദിവസം ക്യാമറയ്ക്ക് അച്ഛൻ ഹായ് കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഒരുപാട് നല്ല സ്ഥലങ്ങൾ കണ്ട് കുരങ്ങന്മാരിനെയും പന്നികളിനെയും കണ്ട് ആനയും പുലിയും ഇറങ്ങാൻ ഡേഞ്ചറായി കാട്ടിക്കാണ് ഇനി പോകാൻ പോകുന്നത്. കൊടും മഴയത്ത് 2.5 മണിക്കൂർ ഈ കാട്ടിനുള്ളിൽ കൂടെ പോകണം. നല്ല ഫ്രഷ് ആനപ്പിണ്ടം കണ്ട് പേടിച്ച് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അച്ഛൻ അവിടെയും മൂത്രമൊഴിക്കണം. അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയായാലും അച്ഛൻ്റെ ഒപ്പമുള്ള ഈ യാത്ര അടിപൊളിയായിരുന്നു. ഒരിക്കലും മറക്കാത്ത കുറേ ഓർമ്മകൾ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ എത്ര മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടാവും മക്കളുടെ കൂടെ ഇതേപോലെ ട്രിപ്പ് പോകാനൊക്കെ അല്ല. എന്തായാലും നീ അടിപൊളിയടാ, സൂപ്പറടാ മുത്തേ. അച്ഛൻ്റെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് കൂടെ നിന്നിക്കുന്ന ഒരു